ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകൾ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 2/2024. നോട്ടിഫിക്കേഷൻ ഇറക്കിയ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 14 തമിഴ്നാട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ തമിഴ്നാടു കോളേജിയറ്റ് എഡ്യൂക്കേഷണൽ സർവീസ് ഫോർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആൻഡ് ഗവൺമെന്റ് കോളേജസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 29 ഏപ്രിൽ 29 5 മണി വരെ നമുക്ക് അപേക്ഷ അയക്കാം. ഓൺലൈൻ മോഡിലാണ് അപേക്ഷ അയക്കേണ്ടതെന്നുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. 4000 വേക്കൻസീസ്, 4000 ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അതിൻ്റെ ജിയോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ അയക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഇതിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് അപേക്ഷ അയക്കാൻ സാധിക്കാത്തത്, ആ കാര്യം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 57,700 ടു 1,82,400 ലെവൽ 10 പേ ലെവൽ 10ൻ്റെ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. 4000 ഒഴിവുകളാണ്. തമിഴ്നാട് ഗവൺമെന്റ് കോളേജുകളിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 14 നമുക്ക് അപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 28. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വിൻഡോ ഓപ്പൺ ആകാത്തത്. അത് ഓൾറെഡി ഇപ്പോൾ അവിടെ ഓപ്പൺ ആയിരിക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിലേക്കുള്ള ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിന് തമിഴ്നാട് ടെറ്റ് പാസ്സാകണം. അത് തമിഴ്നാട് സർക്കാർ അംഗീകരിച്ച BEd വേണം. തമിഴ് മീഡിയം ആയിട്ട് പഠിക്കണം. നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതിന്റെ വിൻഡോ ആണിപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. പലരും അത് നോക്കിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിൻഡോ ഓപ്പൺ ആവുന്നത് 28 ഇന്ന് 22 ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിനി 6 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ ഓപ്പൺ ആവും. അപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 29 ഏപ്രിലാണ്. അപ്പോൾ ഒരു മാസം നമുക്ക് അപേക്ഷ അയക്കാനായിട്ടുണ്ട്. പരീക്ഷ നടക്കുന്ന ദിവസം റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 4 ആ ഡേറ്റും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളെല്ലാം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒഴിവുകൾ 4000 അതിൽ 3921 അപേക്ഷ അയക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാറ്റിവെക്കപ്പെട്ട ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ആവശ്യമാണെങ്കിൽ വായിച്ചു നോക്കുക. ഇനി നമ്മൾക്ക് വേക്കൻസിയിലേക്ക് നോക്കാം. ബയോ കെമിസ്ട്രി 24 ഒഴിവുകളാണ്. ബയോളജിക്കൽ സയൻസ് 1 ഒഴിവ്. ബോട്ടണി 115 ഒഴിവുകൾ. നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് 244 ഒഴിവുകളാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 76 ഒഴിവുകളാണ്. കെമിസ്ട്രി 263 ഒഴിവുകളാണ്. കൊമേഴ്സിൽ 296 ഒഴിവുകൾ. അക്കൗണ്ട് ആൻഡ് ഫിനാൻസ് സ്പെഷ്യലായിട്ട് വരുന്ന 2 ഒഴിവുകളുണ്ട്. ബാങ്കിങ് വരുന്നത് 1 ഒഴിവ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 14 ഒഴിവ്. ഇ കൊമേഴ്സ് 1 ഒഴിവ്. ഇന്റർനാഷണൽ ബിസിനസ് 21 ഒഴിവുകൾ. കോഓപ്പറേഷൻ 14 ഒഴിവുകൾ. കോഓപ്പറേറ്റ് സെക്രട്ടറിഷിപ്പിൽ 30 ഒഴിവുകൾ. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിനാണ്. 656 ഒഴിവുകൾ. ഈ 4000-ൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും അപേക്ഷിക്കാതിരിക്കരുത്. നമുക്ക് UGC നെറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയുള്ള കോളേജുകളിലേക്ക് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ സ്റ്റേറ്റിൻ്റെതായ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. എക്കണോമിക്സിൽ 161 ഒഴിവുകളാണുള്ളത്. എഡ്യൂക്കേഷനിൽ 45 ഒഴിവുകളുണ്ട്. ജോഗ്രഫി 78 ഒഴിവുകൾ. ജിയോളജി 28 ഒഴിവുകൾ. ഹിസ്റ്ററിയിൽ 126 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം 7 ഒഴിവുകളുണ്ട്. ഹിന്ദി 5 ഒഴിവുകളുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 12 ഒഴിവുകളുണ്ട്. അതുപോലെ മാത്തമാറ്റിക്സിൽ 318 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ 37 ഒഴിവുകൾ. ഫിസിക്സിൽ 226 ഒഴിവുകളാണ്. 226 ഗവൺമെന്റ് പോസ്റ്റുകളാണ്. സൈക്കോളജി 14 ഒഴിവുകൾ. സ്റ്റാറ്റിയിൽ 80. സോഷ്യോളജി 3 ഒഴിവ്. സോഷ്യൽ വർക്ക് 16 ഒഴിവ്. സംസ്കൃതത്തിൽ 4 ഒഴിവുകളുണ്ട്. തമിഴ് സബ്ജക്റ്റിൽ 569 ഒഴിവുകളാണ്. സുവോളജി 132 ഒഴിവുകൾ. അങ്ങനെ 3921 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്.
റിസർവേഷന്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. ഇപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ OBC, അവിടെ BC മാത്രമാണ്. അവിടെ നമുക്ക് ഈ NCL സർട്ടിഫിക്കറ്റ് ഇതുപോലെയുള്ള, അതായത് നമ്മുടെ സ്റ്റേറ്റിന് അപ്പുറത്തേക്കുള്ള പർപ്പസിനെല്ലാം തന്നെ താലൂക്കിൽ നിന്നാണ് വാങ്ങേണ്ടത്. സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത് വാങ്ങിക്കണം. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെന്റ് ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ സമയത്തും അത് സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത് വേണം എന്നുള്ളത് മനസ്സിലാക്കുക. 30% ഒഴിവുകൾ സ്ത്രീകൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PSTM, തമിഴ്നാട് സ്റ്റുഡൻസിനായിട്ടുള്ള റിസർവേഷൻ അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തമിഴ് മീഡിയം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തമിഴ്നാട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ PWD റിസർവേഷനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ PWD പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ, ആ കാര്യം ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റ് എംപ്ലോയീസിന്റെ കാര്യത്തിൽ റിസർവേഷൻ ഉണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 57 വയസ്സാണ്. 1/7/2024. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ UGC മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ്. UGC നെറ്റ് തന്നെയാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. എന്നാൽ തമിഴ്നാട് സെറ്റ് ഇതിനായിട്ടുള്ള യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സെറ്റ് കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. 55% കൂടിയുള്ള ബിരുദം ജനറൽ കാറ്റഗറിക്ക് വേണം. അതിന്റെ കൂടെ തന്നെ UGC നെറ്റ്, സെറ്റ്, സ്ലെറ്റ് ആ രീതിയിലുള്ള യോഗ്യതകളും വേണം. PhD റെഗുലർ മോഡിലുള്ളതായിരിക്കണം. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. OBC, SC ST ഇവർക്കൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിലുള്ള റിസർവേഷൻ ലഭിക്കുന്നുണ്ട്. 50% മാർക്ക് മതിയാവും. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ UGC മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തമിഴ്നാടിന് പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് നിയമനം ലഭിച്ചു, പരീക്ഷയൊക്കെ എഴുതി നമുക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ഓഫീസേഴ്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഹയർ സ്റ്റാൻഡേർഡിലുള്ള കോഡ് 27, കോഡ് നമ്പർ 42, പേപ്പർ 1 ആൻഡ് പേപ്പർ 2 TNPSC തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷ നിങ്ങൾ പാസ്സാകേണ്ടതുണ്ട്. നമുക്ക് ജോലി ലഭിച്ച് 2 വർഷത്തിനുള്ളിൽ, 2 വർഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നോക്കാം. അതായത് ഈ ഒരു കോഡ് പേപ്പർ നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. തമിഴിലാണ് ആ പരീക്ഷ വരുന്നത് എന്നുള്ളത് ഒരു പ്രശ്നം മാത്രമേ അതിലുള്ളൂ. ഈ ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ തമിഴൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. എല്ലാവരും തന്നെ അപേക്ഷ അയക്കണം. അപേക്ഷ അയക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ള രേഖകൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താലൂക്കിൽ നിന്നുള്ള വേണമെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റിന് പുറത്തേക്കുള്ളത് താലൂക്കിൽ നിർബന്ധമാണ്. തമിഴ്നാട് സ്റ്റേറ്റിൻ്റെതും അവർ താലൂക്കിൽ നിന്ന് തന്നെ വാങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PWD കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എത്ര മണിക്കൂറാണ്, ഏതാണ് ഇതിന്റെ സിലബസ് എന്നുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഓരോ വിഷയത്തിന്റെയും പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ ഉണ്ടാവും. നമുക്ക് ലഭിക്കേണ്ട മിനിമം മാർക്കിനെ പറ്റിയും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പറയാതിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുക. ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാതെ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിലബസ്, പരീക്ഷയുടെ സിലബസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ചുള്ള സിലബസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന്റെ കോഡും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. വലിയൊരു അവസരമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് UGC പുതിയ NEP അനുസരിച്ചിട്ട് കോളേജുകളിലേക്കുള്ള നിയമനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പല സ്റ്റേറ്റുകളിലായിട്ട് ഇതുപോലെ ഒഴിവുകൾ വരും. നമ്മുടെ സ്റ്റേറ്റിലും വരും. ഏകദേശം 60% ടീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ UGC ചെയർമാനൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ തന്നെ UGC പരിഗണിച്ചുകൊണ്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നെറ്റും അത്തരം കാര്യങ്ങൾ നമുക്കിവിടെ കോളേജിയേറ്റ് എക്സാമിനേഷന് നെറ്റ് ആവശ്യമാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എൻട്രി ലെവലിലേക്ക് നമുക്കിവിടെ നെറ്റ് നിർബന്ധമാണ്. നമ്മുടെ സെറ്റ് അതിന്
യോഗ്യതയല്ല. തമിഴ്നാട് സെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾക്കായിട്ടുള്ള യോഗ്യതയാണ്, അവർക്ക് അത് എഴുതിയെടുത്താൽ മതി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് നേടണം. PhD റെഗുലർ മോഡിൽ കഴിഞ്ഞവരെല്ലാം തന്നെ ഈ ഒരു ജോലിക്കായിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. വലിയൊരു അവസരമാണ്. ഈ ഒരു ഒഴിവുകളുടെ വിവരങ്ങളെല്ലാം തന്നെ പല ഹിന്ദി ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അപേക്ഷകരുണ്ടാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് പരീക്ഷ എഴുതാനും പങ്കെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡേറ്റും. നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആണ്, പരീക്ഷ സെന്ററിലൊക്കെ തന്നെ നമുക്ക് പോയി എഴുതാൻ പറ്റും. അപ്പൊ 28-ാം തീയതിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തന്നെ അപേക്ഷ അയക്കുക. ഈ ഒരു അപേക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട, 4000 ഒഴിവുകളാണ്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിനാണ്, 656 ഒഴിവുകൾ. കൊമേഴ്സിന് ഏകദേശം 300 ഒഴിവുകൾ. കമ്പ്യൂട്ടർ സയൻസിന് ഏകദേശം 286 ഒഴിവുകൾ. സോ ഇതുപോലുള്ള ഒഴിവുകളുടെ വിവരങ്ങൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സംസ്കൃതി ജോബ് ടെലിഗ്രാം ചാനൽ കൂടെ ജോയിൻ ചെയ്യുക. അതിൽ വളരെ പെട്ടെന്ന് പ്രൈവറ്റ് മേഖലയിലും അതുപോലെ ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒഴിവുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും കൃത്യമായിട്ടുള്ള ജോലി ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് JRF ഉണ്ട്, PhD ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ് കഴിഞ്ഞവരാണ്. അവർക്കൊക്കെ തന്നെ അപേക്ഷ അയക്കാം. പരീക്ഷയൊന്നും വലിയൊരു വിഷയമല്ല. UGC നെറ്റ് ഒക്കെ നേടിയെടുത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. നമ്മൾ വലിയൊരു അവസരമാണ്, പാഴാക്കരുത്. 28-ാം തീയതി തന്നെ അപേക്ഷ അയച്ചു തുടങ്ങുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.